അംഗീകാരം കിട്ടുന്നവർക്കെതിരെ സംസാരിക്കുന്നത് മലയാളികളുടെ ജനിതക പ്രശ്നമാണ്. മലയാളിക്ക് പാര വെക്കുന്നത് മലയാളികൾ തന്നെയാണ്. പത്മഭൂഷൺ പുരസ്കാരം നേടിയ നമ്പിനാരായണനെ വിമർശിച്ച ടി.പി. സെൻകുമാറിനെതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം രംഗത്തെത്തി. ഇത് സെൻകുമാറിന്റെ പ്രശ്നമല്ല, സെൻകുമാറിന്റെ പാരമ്പര്യത്തിന്റെ പ്രശ്നമാണ്. കുടുംബം അടക്കം തെറികേൽപ്പിച്ചതോടെ സെൻകുമാറിനിപ്പോൾ സമാധാനമായിട്ടുണ്ടാകും. നമ്പിനാരായണൻ ശരാശരിയിലും താഴെയുള്ള ശാസ്ത്രജ്ഞനാണെന്നും ഗോവിന്ദചാമിയുമായി വരെ സെൻകുമാർ നമ്പിനാരായണനെ ഉപമിച്ചത് വൻ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. നല്ലതിനെ ഉൾക്കൊള്ളാൻ മലയാളികൾക്ക് മടിയാണ്. മലയാളികളുടെ വളർച്ചയ്ക്ക് വിലങ്ങ് തടിയാകുന്നത് മലയാളികൾ തന്നെയാണെന്നും കണ്ണന്താനം പറഞ്ഞു. സ്ഥാനാർത്ഥിയാകാൻ പരിഗണിക്കുന്നതിനിടെ സെൻകുമാർ ഉണ്ടാക്കിയ വിവാദത്തിൽ പാർട്ടി പ്രതിരോധത്തിലായിരിക്കുമ്പോഴാണ് കണ്ണന്താനത്തിന്റെ ഈ പ്രസ്താവന. സെൻകുമാറിനെ ചൊല്ലി ബി.ജെ.പി. സംസ്ഥാന ഘടകത്തിലും രൂക്ഷമായ ഭിന്നതകളുണ്ട്. നമ്പിനാരായണൻ നൽകിയ പ്രതിപ്പട്ടികയിലെ പ്രതി കൂടിയാണ് സെൻകുമാർ. രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ച വ്യക്തിയെ അവഹേളിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു സെൻകുമാറിന്റെ വിമർശനങ്ങൾ. നമ്പിനാരായണൻ ഇന്ത്യക്ക് നേടിത്തന്ന ശാസ്ത്ര പുരോഗതിയെ മൊത്തം താഴ്ത്തിക്കെട്ടിയായിരുന്നു സെൻകുമാർ നമ്പിനാരായണനെ ആക്ഷേപിച്ചത്. പീഡനവീരനായ ഗോവിന്ദചാമിയോട് പോലും നമ്പിനാരായണനെ ഉപമിച്ചു. സെൻകുമാറിനെതിരെ നടപടി ആവശ്യപ്പെട്ട് കോഴിക്കോട് സ്വദേശി നൌഷാദ് തെക്കയിൽ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകി. കേരളത്തിന്റെ അഭിമാന നേട്ടങ്ങളിൽ ഒരാളാണ് നമ്പിനാരായണൻ. അദ്ദേഹത്തിന്റെ നേട്ടങ്ങൾ മറന്ന് കടും ഭാഷയിൽ ആക്ഷേപിച്ചത് ജനിതക പ്രശ്നം തന്നെ. കണ്ണന്താന വാക്യം.